യൂട്യൂബ് ചാനൽ 555 ഏഞ്ചൽ ടാരോട്ട് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ സോറി ഗായ്സ്, കുറച്ച് തിരക്കിലായി പോയി. ഒരു കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു തിരക്കിലായി പോയതാണ്. അതുകൊണ്ടാണ് റീഡിങ്സ് ഇടാൻ പറ്റാതിരുന്നത്. ഇതിനോടകം ഒരുപാട് മെസ്സേജസ് വന്നിട്ടുണ്ട്. എന്താണ് ചേച്ചി റീഡിങ്സ് ഇടാത്തത്, എന്താണ് ആക്റ്റീവ് അല്ലാത്തതെന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് മെസ്സേജ് അയച്ചു, അന്വേഷിച്ചു. ഒരുപാട് നന്ദി. എല്ലാവരോടും നന്ദി, ഒത്തിരി സ്നേഹം. അപ്പോൾ ഇതാണ് കാരണം. ഓക്കെ, അപ്പോൾ നമുക്ക് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേർണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകൾ അതിശക്തമായി വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഈ പേഴ്സണ് എന്താണ് നിങ്ങളുടെ അടുത്ത് പറയാനായിട്ടുള്ളത്? ഈ പേഴ്സന്റെ മനസ്സിൽ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളുണ്ടോ, നിങ്ങളെക്കുറിച്ചുള്ള വ്യാകുലതകളുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ആ ഒരു ട്രൂ ഫീലിങ്സിലേക്ക്, അല്ലെങ്കിൽ ഈ പേഴ്സണ് നിങ്ങളെക്കുറിച്ചുള്ള ആ ഒരു ചിന്തകളിലേക്ക് നമുക്ക് പോകാം. ഫസ്റ്റ് എനിക്ക് കിട്ടിയിരിക്കുന്ന കാർഡ് ട്രൂ ലവ് ആണ്. ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം ഈ പേഴ്സന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളോട് മാത്രമാണ് എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം ഈ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഈ വ്യക്തിക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളൊരു കാര്യം കൂടിയാണ്, ഈ പേഴ്സന്റെ ജീവിതത്തിൽ ഇനി വന്നിട്ടുള്ള ഇത്രയും കാലങ്ങളായിട്ട് വന്നിട്ടുള്ള ഒരുപാട് പ്രണയങ്ങളിൽ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പോസിറ്റീവായിട്ടും ആത്മാർത്ഥമായിട്ടും തോന്നിയിട്ടുള്ള ഒരു പ്രണയം എന്ന് പറയുന്നത് നിങ്ങളായിട്ടുള്ളത് മാത്രമാണ് എന്നാണ് ഈ പേഴ്സൺ ഇപ്പോൾ തിരിച്ചറിയുന്നത്. കാരണം ഈ പേഴ്സൺ അത് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ഈ പേഴ്സന്റെ ലൈഫിൽ നടന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട്. അതായത് ഇപ്പം ഈ പറയുന്നത് പോലെ ഇതിനു മുമ്പ് ഒരുപാട് റിലേഷൻഷിപ്പ് ഈ വ്യക്തിക്ക് ഉണ്ടായിട്ടുണ്ടാകാം. ഈ പേഴ്സൺ അത്രയും ആത്മാർത്ഥമായിട്ട് അവരെയൊക്കെ സ്നേഹിച്ചിട്ട് പോലും അവരിൽ നിന്നും വളരെ മോശമായിട്ടുള്ള തിരിച്ചടിയായിരിക്കാം ഈ പേഴ്സണ് കിട്ടിയിട്ടുണ്ടാവുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പേഴ്സൺ മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ നിങ്ങളുടെ സ്നേഹം തന്നെയാണ് യഥാർത്ഥമെന്നും നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നത് അത്രയും ആത്മാർത്ഥമേറിയ സ്നേഹം തന്നെയാണ് എന്നുള്ളൊരു തിരിച്ചറിവാണ് ഈ പേഴ്സൺ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളിൽ നിന്നും മനസ്സിലാക്കിയിട്ടുള്ളത്. ആൻഡ് ഓൾസോ ദ കാസ്റ്റിലാണ് ഇറ്റ്സ് ടൈം ഫോർ ഹീലിംഗ് ആറ്റ് നോട്ട് വാർ എന്നാണ്. അപ്പം ഇവിടെ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് ഫൈറ്റിംഗ് എനർജീസ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ഒരുപാട് ഫൈറ്റിംഗ് എനർജീസ് എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് തീർത്തും കാണുവാൻ കഴിയുന്നത് ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങൾ കുറച്ചധികം ഗുരുതരമാക്കാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരുന്നത്. അതായത് പ്രശ്നങ്ങൾ എപ്പോഴും ഗുരുതരമാക്കാൻ അല്ലെങ്കിൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുപോകാനാണ് ഈ പേഴ്സൺ എപ്പോഴും ശ്രമിച്ചിരുന്നത്. അല്ലാതെ ഒരു കാര്യം സമാധാനപരമായിട്ടുള്ള രീതിയിൽ പരിഹരിക്കുവാനോ സമാധാനപരമായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനോ ഈ പേഴ്സൺ ഒരിക്കലും ശ്രമിച്ചിട്ടില്ല. ചിലപ്പോൾ അനാവശ്യമായിട്ടുള്ള തേർഡ് പാർട്ടീനെയൊക്കെ വരെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വിള്ളലുകൾ നിങ്ങളുടെ രണ്ടുപേർക്കും ഇടയിൽ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു സത്യമാണ്. അപ്പം ഇവിടെ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ ഈ വ്യക്തി തിരിച്ചറിയുന്നത് യുദ്ധം ചെയ്യുന്നതോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതോ അല്ല, സമാധാനപരമായിട്ടുള്ള രീതിയിൽ എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കുന്നുവോ അത്രയും മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം ഈ വ്യക്തി വിശ്വസിക്കുന്ന ഒരു കാര്യം എന്തെന്നാൽ യുദ്ധത്തെക്കാളും പ്രശ്നങ്ങളെക്കാളും എന്തുകൊണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും സമാധാനത്തോടു കൂടി സ്നേഹിച്ചും പരിചരിച്ചും മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ഇവിടെ തീർച്ചയായിട്ടും ആ ഒരു ഹീലിങ്ങിനുള്ള സമയമാണെന്നും സമാധാനപരമായിട്ടുള്ള എനർജിയിലേക്ക് വരണമെന്നും തല്ലുപിടുത്തം അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നുമൊക്കെ മുക്തി നേടണമെന്നുമാണ് ഈ പേഴ്സൺ ഇപ്പൊ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കിവിടെ കാണാൻ കഴിയുന്നത് ദ വേൾഡ് അവേറ്റ്സ് യു എന്നാണ്. ഈ പേഴ്സൺ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല
ഈ റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ അത്രയും ഈ പേഴ്സന് വേണ്ടിയിട്ട് ഈ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടെന്നും ഈ പേഴ്സണെ ആഗ്രഹിക്കുന്നുണ്ടെന്നും ഈ വ്യക്തി ഒരിക്കലും വിചാരിച്ചിട്ടില്ല. ഈ പേഴ്സൺ എപ്പോഴും നിങ്ങളെ ഒരു തെറ്റിദ്ധാരണാപരമായിട്ടുള്ള രീതിയിലാണ് നോക്കിയിരുന്നത്. അതായത് നിങ്ങൾ ഈ പേഴ്സണെ അത്രക്ക് അങ്ങോട്ട് സ്നേഹിക്കുന്നില്ല, അത്രയും ഒരു ആത്മാർത്ഥ സ്നേഹമൊന്നുമല്ല, നിങ്ങൾക്ക് വേറെ ആൾക്കാരുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ കണക്ഷൻസ് ഉണ്ടാകാം, നിങ്ങൾ ഈ പേഴ്സണോട് കാണിക്കുന്നതെല്ലാം കള്ളമാണ്, അല്ലെങ്കിൽ പുറമേ കാണിക്കുന്ന അഭിനയമാണ്. ഇതൊക്കെയാണ് ഈ പേഴ്സൺ ഏറ്റവും കൂടുതൽ വിചാരിച്ചിരുന്നത്. ചുരുക്കി പറഞ്ഞാൽ തെറ്റിദ്ധാരണ വളരെയധികം അധികമായിരുന്നു. തെറ്റിദ്ധാരണ എന്ന് പറയുന്നത് അത്രയും അധികമായിട്ട് തന്നെയാണ് നിന്നിരുന്നത് എന്നാണ് കാണിക്കുന്നത്. അപ്പൊ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം എല്ലാ തരത്തിലും ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട്. പോസിറ്റീവ് എനർജിയിലേക്ക് വന്നാൽ മാത്രമേ ഈ വ്യക്തി കാണുന്ന കാര്യങ്ങളെല്ലാം പോസിറ്റീവ് ആവുകയുള്ളൂ എന്ന് ഈ പേഴ്സൺ വിശ്വസിക്കുന്നു. ഈ പേഴ്സൺ പൊതുവെ ഒരു നെഗറ്റീവ് ആയിരുന്നു. അതുകൊണ്ട് എന്ത് കാര്യം കണ്ടാലും എന്ത് അനുഭവം കിട്ടിയാലും അതെല്ലാം നെഗറ്റീവിന്റെ ഒരു നെഗറ്റീവായിട്ട് ആ പേഴ്സൺ അത് ചിന്തിക്കുള്ളൂ, മനസ്സിലാക്കുള്ളൂ. ഇപ്പൊ നിങ്ങളുടെ സ്നേഹമാണെങ്കിൽ പോലും നിങ്ങൾ അത്രയും ആത്മാർത്ഥമായിട്ട് ചങ്ക് പറിച്ച് കാണിച്ചിട്ട് പോലും, നിങ്ങളുടെ ഹൃദയം കാണിച്ചിട്ട് പോലും ഈ പേഴ്സൺ അത് ചെമ്പരത്തിപ്പൂവാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ അത് നീ ആത്മാർത്ഥമല്ല, നീ എൻ്റെ അടുത്ത് കാണിക്കുന്നതെല്ലാം അഭിനയമാണ് എന്നിങ്ങനെയൊക്കെ ഈ പേഴ്സൺ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വളരെ ലാഘവത്തോടു കൂടി നിങ്ങളുടെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി വിശ്വസിക്കുന്നത് നിങ്ങളുടെ ആ ഒരു സ്നേഹത്തിന്റെ ആഴത്തെയാണ്. കാരണം നിങ്ങൾ അത്രയും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് ഡെഡിക്കേഷൻ ചെയ്യുന്നവരാണെന്നും ഈ പേഴ്സണിന് വേണ്ടിയിട്ട് അത്രയും നിങ്ങൾ സമയം ചെലവഴിക്കുന്നുണ്ട്, നിങ്ങളുടെ എനർജി ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, നിങ്ങൾ ഈ പേഴ്സണിന് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട്, നിങ്ങൾ ഈ വ്യക്തിയോട് ചെയ്യുന്നതെല്ലാം ആത്മാർത്ഥമായിട്ടുള്ള കാര്യമാണ്, ആത്മാർത്ഥ മനസ്സോട് കൂടി തന്നെയാണ് നിങ്ങൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവിലേക്കും കൂടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ടേക്കിംഗ് സ്റ്റെപ്സ് ആണ് കാണിക്കുന്നത്. ഈ പേഴ്സന്റെ ഇന്റൻഷൻ പ്രകാരം നോക്കുകയാണെങ്കിൽ ഈ പേഴ്സൺ ഇപ്പോൾ പുറമേ പെരുമാറുന്നത് ചിലപ്പോൾ റൂഡായിട്ടായിരിക്കാം, ചിലപ്പോൾ താല്പര്യമില്ലാത്ത രീതിയിലായിരിക്കാം, ഓക്കെ, എന്തും ആകാം. പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇവിടെ ഈ പേഴ്സന്റെ ഉദ്ദേശപ്രകാരം കാണിക്കുന്നത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. അപ്പോൾ മുന്നോട്ട് പോവുക എന്ന് പറയുമ്പോൾ ഈ പേഴ്സണെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ കൈകൾ കോർത്ത് പിടിച്ചിട്ട് മുന്നോട്ട് പോകാനാണ് ഈ പേഴ്സൺ ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് മുന്നോട്ട്, അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഒരിക്കലും പാതി വഴിയിൽ ഉപേക്ഷിക്കുവാനോ അല്ലെങ്കിൽ ആദ്യത്തേത് തൊട്ട് നിർത്താനോ, ഒരു അർത്ഥമില്ലാതെ ഇത് നിർത്തിക്കളയാനോ ബ്രേക്കപ്പിലേക്ക് കൊണ്ടുപോകാനോ ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നില്ല. ഈ പേഴ്സൺ ഈ ഒരു കണക്ഷനായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കാണിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്കിവിടെ പറയാനാണെങ്കിൽ ഡൈവേഴ്സിറ്റി ആണ്. വളരെയധികം വ്യക്തമായിട്ടുള്ള സ്പ്ലിറ്റിംഗ് ആയിട്ടുള്ള പ്ലാൻസിനെയാണ് സൂചിപ്പിക്കുന്നത്. 5 ഓഫ് സ്ക്രോൾസ് ആണ് കിട്ടിയിട്ടുള്ളത്. ഇവിടെ 5 പദ്ധതികളെയാണ് സൂചിപ്പിക്കുന്നത്. നമ്പർ 5 എന്നത് പോലും ഒരു സ്പ്ലിറ്റിംഗ് എനർജിയാണ്. അതായത് ഈ പേഴ്സണ് നിങ്ങളുടെ കാര്യത്തിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് പോലെ തന്നെ വേറെ മറ്റു പല കാര്യങ്ങൾക്കും ഈ വ്യക്തിക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ പേഴ്സന്റെ റിലേറ്റീവ്സിന് വേണ്ടിയിട്ടായിരിക്കാം, അല്ലെങ്കിൽ ജോലി ആയിരിക്കാം, വരുമാന മാർഗമായിരിക്കാം, അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഈ പുറത്ത് പറയാൻ പറ്റാത്ത എന്തെങ്കിലും പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകാം, അല്ലെങ്കിൽ വീട്, ജോലി, സാമ്പത്തികം, അങ്ങനത്തെ കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തങ്ങൾ, ഇതൊക്കെ നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആദ്യം ഈ പേഴ്സന്റെ പ്ലാനിങ്ങിലും ഈ പേഴ്സന്റെ ലക്ഷ്യബോധങ്ങളിലും ഈ പേഴ്സൺ നിറവേറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതൊന്നും തന്നെ ആ ഒരു കാര്യത്തിനൊന്നും നിങ്ങളുടെ കാര്യം ഈ പേഴ്സൺ ഉൾപ്പെടുത്തിയിരുന്നില്ല. ഈ പേഴ്സൺ വിചാരിച്ചത് എന്താന്ന് വെച്ചാല് മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം മാറി എല്ലാ കാര്യവും പരിഹരിച്ചതിന് ശേഷം കാര്യങ്ങളെല്ലാം ശരിയാവുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരാം, അല്ലെങ്കിൽ നിങ്ങളെ സ്വന്തമാക്കാൻ പറ്റുമെന്ന് നോക്കാം എന്നുള്ള രീതിയിലാണ് ഈ പേഴ്സൺ ചിന്തിച്ചേക്കുന്നത്. കാരണം അതിൻ്റെ അർത്ഥം
ആദ്യമേ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വരണമെന്നും നിങ്ങൾ എത്രയും പെട്ടെന്ന് സ്വന്തമാക്കണം എന്നുള്ള ഒരു ചിന്ത ഈ വ്യക്തിക്ക് ഉണ്ടായിരുന്നില്ല. മറ്റു പല പ്രശ്നങ്ങളോ ഉത്തരവാദിത്തങ്ങളോ എന്തൊക്കെയോ കാര്യങ്ങളുണ്ട്. അതൊക്കെ നിറവേറ്റിയതിന് ശേഷം ഈ വ്യക്തിക്ക് സമയം കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു സാഹചര്യം ഒത്തു കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് വരാം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് ഈ പേഴ്സൺ നിന്നിരുന്നത്. ഇപ്പോൾ ആ മനോഭാവം എല്ലാം മാറ്റി നിങ്ങൾക്കാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്കാണ് ഇപ്പോൾ ഫസ്റ്റ് പ്രയോറിറ്റി തന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ കഴിയുന്നു. അതുകൊണ്ട് ഈ പേഴ്സന്റെ ലക്ഷ്യബോധങ്ങളിൽ നിങ്ങളുടെ കാര്യം, അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ ഈ പേഴ്സണ് മാറ്റിവെക്കാൻ പറ്റില്ല. വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടും ഈ പേഴ്സൺ അത് വേണ്ടാന്ന് വെക്കാനോ പിന്നത്തേക്ക് വെക്കാനോ പറ്റില്ല. ആദ്യം നിങ്ങളെ സേഫ് ആക്കണം. നിങ്ങളായിട്ടുള്ള കണക്ഷൻ സേഫ് സോണിലാക്കിയിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാൻ എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ഇരിക്കുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് എന്നാണ് കാണിക്കുന്നത്. അപ്പം വർക്ക് ത്രൂ യുവർ ഫീലിങ്സ് എന്ന് പറയുമ്പോൾ ഈ പേഴ്സന്റെ ഇപ്പൊ ഈ ഒരു റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ ഫീലിങ്സ് ആയിട്ട് നിന്നിരുന്നത് ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളാണ്, എൻ്റെ പ്രേക്ഷകരാണ്. കാരണം നിങ്ങൾക്ക് ഭയങ്കര ഫീലിംഗ് വരുന്ന ആൾക്കാരാണ്. പെട്ടെന്ന് വിഷമം വരും, പെട്ടെന്ന് സന്തോഷിക്കും, പെട്ടെന്ന് പിണങ്ങും, പെട്ടെന്ന് ഇണങ്ങും, പെട്ടെന്ന് സംസാരിക്കും. വഴക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് സ്വസ്ഥത കിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരോടും വളരെ ഫ്രണ്ട്ലി ആയിട്ടൊക്കെ പെരുമാറി മുന്നോട്ട് പോകുന്ന ആൾക്കാരാണ്. പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഈ റിലേഷൻഷിപ്പിലാണ് വിഷമിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സ് ഒരിക്കലും ഈ പേഴ്സൺ മനസ്സിലാക്കാൻ ശ്രമിച്ചിരുന്നില്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും വിഷമിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഈ പേഴ്സൺ അതൊരു നെഗറ്റീവായിട്ടായിരിക്കാം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാകുന്നത്. നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ വിഷമിക്കുന്നത്, നീ എന്തിനാണ് എപ്പോഴും ഇങ്ങനെ കരയുന്നത്, എപ്പോഴും ഇങ്ങനെ സില്ലി ആകുന്നത് എന്താണ്, നീ വളരെ സെൻസിറ്റീവ് ആണ് എന്നുള്ള രീതിയിൽ ഈ പേഴ്സൺ പലപ്പോഴും അതൊരു നെഗറ്റീവായിട്ട് എടുത്തിട്ട് നിങ്ങളുടെ ആ ഒരു സെൻസിറ്റീവ് ആയിട്ടുള്ള കാര്യം, ആ ഒരു കാര്യങ്ങൾ എടുത്തിട്ടിട്ട് നിങ്ങളെ വേദനിപ്പിച്ചതായിട്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്. കാരണം നിങ്ങൾ അത്രയും ആത്മാർത്ഥ മനസ്സുള്ളവരായതുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം കരയുകയോ ചിരിക്കുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ പേഴ്സൺ നിങ്ങളുടെ മാനസികപരമായിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ചിട്ട് ഒരിക്കലും ചിന്തിക്കാനോ അതിനെക്കുറിച്ച് മനസ്സിലാക്കാനോ ശ്രമിച്ചിട്ടില്ല. മനസ്സിലായോ? പക്ഷെ ഇപ്പോൾ ഈ വ്യക്തി ഒറ്റപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ നിങ്ങളുടെ സാന്നിധ്യം ഇല്ലാതായപ്പോൾ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ചുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നതായിട്ടാണ് കാണിക്കുന്നത്. അതായത് നിങ്ങളുടെ ആ ഒരു എനർജി, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷൻ, ഇത് നമുക്ക് മസ്റ്റായിട്ടും കാണാൻ കഴിയുന്നു. ഓക്കെ, ഇത്രയുമാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ആ ഒരു ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ക്ലൂസ് നോക്കാം. എന്തായാലും ഈ പേഴ്സൺ നിങ്ങളുടെ ആ ഒരു ട്രൂ ഹാർട്ട് ആൻഡ് ട്രൂ ഫീലിങ്സ് ഈ പേഴ്സൺ ഇപ്പോൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഈഗോ ആയിരുന്നു ഇവിടെ പ്രധാനപ്പെട്ട ഒരു വില്ലനായിട്ട് നിന്നിരുന്നത്. ഹെയർ കിട്ടിയിട്ടുണ്ട്. നമ്പർ 5, മൂലം നാള്, തൃശ്ശൂര്, 28-ാം തീയതി, ഫുൾ മൂൺ പ്രയർ, വിശാഖം, ഡിസംബർ 22-ാം തീയതി. ഇത്രയാണ് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലൂസ് എന്ന് പറയുന്നത്. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. സ്പിരിച്വൽ ജേണി ഇഷ്ടപ്പെടുന്ന ആൾക്കാരിലേക്ക് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവായിട്ട് കമൻറ്റ് ബോക്സിൽ പറയുക. ഹൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.